ചെങ്ങായിമാരെ എങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ നീച്ചപ്പാടെ കിച്ചണിൽ പോയി നല്ല ചായ കുടിക്കലേക്ക് ഇനി പുറത്തേക്ക് ഇറങ്ങിയപ്പോണ്ട് നമ്മളെ സുലൈമാക്കി നമ്മളെ കരിയമ്പായി കൂടി ഈത്തപ്പനത്തിമ കയറിയിട്ട് ഈത്തപ്പായൊക്കെ പൊട്ടിച്ച് സെറ്റാക്കണ്ടിട്ടാ. അത് കുറച്ചേരം ഇരുന്നപ്പോഴാണ് പിന്നെ റൂമിൽ പോയിരുന്നു കുറച്ചേരം ഫോണും കളിക്കാനുള്ള പരിപാടിയാണ്. അപ്പോഴാണ് നാട്ടിലത്തെ വീഡിയോ കണ്ട് മക്കൾ എന്ത് രസം കാണാൻ. ഞങ്ങളുടെ നാട്ടിലെ അങ്കലവാടിത്തെ ചെറിയ പരിപാടിയായിട്ട് എന്ത് രസം കാണാൻ ഇങ്ങോട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളുടെ ഒച്ചപ്പാടും ബഹളും ഇത് സംഭവങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നാട്ടിൽ തന്നെ എത്തണട്ടാ. ഈ പ്രവാസി ലോകത്ത് വന്നത് കാണാമെന്നല്ലാതെ വേറെ രക്ഷയില്ല. ഇതൊക്കെ എന്ത് രസം ഒരു ബഹളം. അവിടെ നാട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാവും കുട്ടികളെ ഒച്ചപ്പാടും ആ ചമ്മിക്കലും എന്ത് രസമാണ്. നമ്മളെ ചെറുപ്പത്തിൽ ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനത്തെ അനുഭവങ്ങളൊന്നും നമുക്ക് ഓർമ്മകളിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ കുട്ടികൾക്കൊക്കെ ഫോണിലൊക്കെ ഉണ്ടായതുകൊണ്ട് എല്ലാവർക്കും പിന്നും ഓർമ്മിക്കാം. അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ചേരം ഫോണുമ്പോൾ കളിച്ചതിന്റെ ശേഷം പിന്നെ ഇരിക്കുമ്പോഴാണ് ബാബാന്റെ ഒരു വിളി മുരട്ടിയെ വണ്ടി സ്റ്റാർട്ടാക്കി പള്ളിയിൽ പോവല്ലേ. നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കി ബാബാനെ കയറ്റി നേരെ വിട്ടിട്ടാ പള്ളിക്കൊക്കെ. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് വന്നതിന് ശേഷം ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. ഫുഡ് കഴിക്കൽ കഴിഞ്ഞ് കിടക്കാനുള്ള പരിപാടി നോക്കുമ്പോൾ മാമാന്റെ ഒരു വിളി മുരട്ടിയെ കിടക്കലട്ടാ സെല്ല വാങ്ങി കൊണ്ടാണ്ട് അങ്ങനെ മാമാരത്തുനിന്ന് പൈസ വാങ്ങി വണ്ടി സ്റ്റാർട്ടാക്കി മാറൂഫിനും കയറ്റി നേരെ വിട്ടിട്ട് നമ്മളെ പച്ചക്കറി കടക്ക്. അവിടെ പോയപ്പോ എല്ലാവരും ഉണ്ടായിരുന്നു. അവരിങ്ങനെ വെറുതെ ഇരിക്കണം കണ്ടപ്പോ നമുക്കൊരു പൂതി സെല്ല ഉണ്ടാക്കാൻ പറഞ്ഞ ഇവിടെ അവരൊക്കെ നീച്ച ഓടിച്ചാടലും അങ്ങോട്ട് വെക്കലും ഇങ്ങോട്ട് വെക്കലും പായ എടുത്തോണ്ടലും ഫ്രൂട്ട്സ് വെക്കലും പാത്രം അങ്ങനെ ചാക്കപ്പൊക്കെ സംഭവം. അതിനിടയിൽ നമുക്ക് ആബിദക്ക് നമുക്ക് നല്ലൊരു കാക്ക നിട്ട് അതിന് കാക്കാന്നാണ് പേര് പോരാ. ഇനി വേറെ നീ പേരുണ്ടെങ്കിൽ കമന്റ് അടിക്കും. നമുക്ക് കേൾക്കാൻ ഫ്രൂട്ട്സ് തന്ന പാടെ നമ്മൾ ആബിദ് മിമ്പറമ്മ കയറിക്കണം കേട്ടോ. അവിടുന്ന് അടിയൊക്കെ ഇറങ്ങിയപ്പോ ഉണ്ട് നമ്മളെ സെല്ലൊക്കെ ഫുൾ സെറ്റാക്കി ഫ്ലവർ വെക്കാനുള്ള പരിപാടി കേട്ടോ. അത് കഴിഞ്ഞാൽ അവർക്ക് പൈസയും കൊടുത്ത് ബില്ലും വാങ്ങിയ ശേഷം നമ്മൾ ആബിദ് നേരെ വണ്ടിക്കാണ് സാധനം വെച്ചിരുന്നിട്ട് പോവാനുള്ള പരിപാടി നോക്കുമ്പോഴാണ് ആബിദ് പറഞ്ഞു പോവല്ലോ ഉമ്മറട്ടി. നമ്മൾ ഗ്ലാസ് വെച്ച് നോക്കുമ്പോൾ ആബിദ് കുറച്ച് ഫ്രൂട്ട് സെറ്റ് വരുന്നു വല്ലാത്ത ജാതി ഇട്ട്. അത് വാങ്ങിയ ശേഷം നേരെ വിട്ട് ബാങ്കിലേക്ക് അവിടുന്ന് കുറച്ച് പൈസ എടുക്കാണ്ടായിരുന്നു. അവിടുന്ന് പൈസ എടുത്തതിന് ശേഷം നേരെ വിട്ട് വീട്ടിൽ പോയി ഒറ്റ എടുത്താട്ടാ. പിന്നെ വൈകിട്ടുണ്ട് മാമന്റെ ഒരു വിളി ഉമ്മറട്ടിയെ നമ്മളെ സെല്ലിയും അതേപോലെ കിച്ചണിൽ നമ്മളെ ലുക്കുമാൻ ഫുഡ് ഉണ്ടാക്കിക്കണേ. ആ ഫുഡ് ആയിട്ട് നേരെ വിട്ട് മകന്റെ വീട്ടിക്ക് ആ സാധനങ്ങളൊക്കെ എടുത്തതിന് ശേഷം നേരെ വിട്ട് നമ്മൾ അൽഫോക്ക് ചെങ്ങന്മാരെ അൽഫോയിലെത്തി മകന്റെ വീട്ടിൽ സാധനങ്ങളൊക്കെ ഇറക്കിയതിന് ശേഷം നേരെ വിട്ടിട്ടാ വീട്ടിക്ക്. പിന്നെ പ്രത്യേകിച്ചൊന്നും പണി ഉണ്ടായിരുന്നില്ല. പിന്നെ ബാബ വാങ്ങി കൊടുക്കാനടുത്ത് വിളി ഉമ്മറട്ടിയെ വണ്ടി സ്റ്റാർട്ടാക്കി പള്ളി പോവല്ലേ. അങ്ങനെ ബാബാനെ വണ്ടി സ്റ്റാർട്ടാക്കി ബാബാനെ കയറ്റി നേരെ വിട്ടിട്ടാ പള്ളിക്കൊക്കെ. നിസ്കാരം കഴിഞ്ഞ് വന്നപ്പോഴാണ് മാമാന്റെ അടുത്ത വിളി ഉമ്മറട്ടിയെ വണ്ടി സ്റ്റാർട്ടാക്കി നമുക്ക് സലൂണിൽ പോവാനുള്ളതാണ്. അങ്ങനെ വണ്ടി സ്റ്റാർട്ടാക്കി മാമാനെ കയറ്റി നേരെ വിട്ട് അൽബുസ്ഥാനിക്ക്. അവിടെ ടെക്സൈസിൽ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ വിട്ട സലൂണക്ക്. അപ്പൊ അത്തുള്ള വീഡിയോ അടുത്ത മണിക്കത്തൊക്കെ. ഓക്കെ ബൈ.